നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്ത. അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ പ്രത്യാക്രമണം. 2 US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. തകർത്തത് F-15 എട്ടൺ വാർത്തോഗ് വിമാനങ്ങൾ. യുദ്ധം പശ്ചിമേഷ്യയിലെ ചർച്ചകളെ ബാധിക്കില്ലെന്ന് ട്രംപ്. ഹോർമുസ് തുറക്കണമെന്ന ബഹ്റൈന്റെ പ്രമേയത്തിൽ ഇന്ന് UN-ൽ വോട്ടെടുപ്പില്ല. വോട്ടെടുപ്പിന് ഇനി 5 നാൾ. പ്രചാരണ ചൂട് പാരമ്യത്തിൽ. ആവേശം പകരാൻ നേതാക്കൾ കേരളത്തിലേക്ക്. മോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും എത്തും. ധർമ്മടത്തൂന്നി പ്രചാരണ പരിപാടികളുമായി മുഖ്യമന്ത്രി. മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ MP ആക്രമിച്ച 3 പേർ കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് കാറിലെത്തിയ സംഘം. ഗൺമാന് പരിക്ക്. 5 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. പിന്നിൽ രാഷ്ട്രീയം സംശയിക്കുന്നതായി സ്ഥാനാർത്ഥി AP അനിൽകുമാർ. ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും. കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. പാലക്കാട്ടെ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്ന കേസ്. പ്രശോഭ് ഒളിവിൽ തുടരുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് പഞ്ചാബ്. ജയം 5 വിക്കറ്റിന്. ശ്രേയസ് അയ്യറിന് അർദ്ധ സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. 2 US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുകയാണ് ഇറാൻ. F-15-ഉം എട്ടൺ വാർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വാർത്തോഗ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15-ലെ ഒരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. US-ഉം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ വിജി ചേരുന്നുണ്ട്. അജയ്, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു എന്ന് ട്രംപ് പറയുന്നു. അതിന് പിന്നാലെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ അതിനും പിന്നാലെ ഇപ്പോൾ ഇതാ ഇറാൻ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ട്രംപ് പറഞ്ഞതൊന്നും ഒരു കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനെ സംബന്ധിച്ച് വന്നു തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ഇസ്രായേൽ, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ തിരിച്ചടികൾ നടത്തിയിരുന്നു. ഇന്നലെ തന്നെ IRGC അവർ നടത്തിയിട്ടുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തുള്ള പാലം തകർത്തതിന് പകരമായി പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ പാലങ്ങളും തങ്ങൾ തകർക്കും എന്ന ഒരു ഭീഷണി കൂടി IRGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്നലെ കുവൈറ്റിലുള്ള ഒരു എണ്ണ റിഫൈനറിക്ക് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ ആമസോണിന്റെ ഒരു ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം ഇന്നലെ തന്നെ നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ സെൻട്രൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നു. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചതാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി തകർത്തു. അവർക്ക് നിലവിൽ മിസൈലുകളില്ല, അതുപോലെ തന്നെ എയർഫോഴ്സ് സംവിധാനങ്ങളില്ല, നാവികസേനയില്ല. ഇതെല്ലാം ട്രംപ് എണ്ണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. മാത്രമല്ല പലതവണ അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് വഴി പല വീരവാദങ്ങളും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് US-ന്റെ സേന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ഫോഴ്സാണ്. ഇതിനെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇറാനുള്ളിൽ ബാക്കിയുള്ള വസ്തുക്കൾ തങ്ങൾ നശിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. നിലവിൽ ഒരു പാലമാണ് ഞങ്ങൾ തകർത്തത്. ഈ പാലം ഇന്ന് തകർത്തെങ്കിൽ നാളെ ഇറാനിലുള്ള പവർ
പ്ലാന്റുകളെ ലക്ഷ്യമിടും. ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞ വീരവാദങ്ങൾ. എന്നാൽ ആ ഒരു പ്രസ്താവന ട്രൂത്ത് സോഷ്യൽ വഴി നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ US-ന്റെ 2 പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് തെക്കൻ ഇറാനിലൂടെ പറക്കുകയായിരുന്ന ഒരു F-15 വിമാനമാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഇതിലെ 2 പൈലറ്റുമാരാണ് ഇതിലുണ്ടായിരുന്നത്. ഒരു പൈലറ്റ് സ്വയം ഇജക്റ്റ് ചെയ്ത് ഈ തെക്കൻ ഇറാനിലെ തന്നെ ഒരു പ്രദേശത്ത് വീണിരുന്നു. ഈ പൈലറ്റിനെ ഇസ്രായേൽ സേന രക്ഷപ്പെടുത്തിയതായിട്ടാണ് അവരുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനുശേഷം രണ്ടാമതൊരു പൈലറ്റ് ഈ വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് തെക്കൻ ഇസ്രായേൽ ഭാഗത്ത് തന്നെ വീണിരുന്നു. പക്ഷേ ഈ പൈലറ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ഇയാൾ എവിടെയാണെന്നതിനെ പറ്റി ഇപ്പോൾ ആർക്കും ഒരു സൂചനയുമില്ല. ഇയാൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയും ഇറാനും ഒരു തെരച്ചിൽ റേസിൽ തന്നെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു റെസ്ക്യൂ റേസ് തന്നെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കും. അതായത് ആദ്യം ആരുടെ കയ്യിൽ ഈ പൈലറ്റിനെ കിട്ടും എന്നതാണ് ഇവർക്കിടയിലുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ ഔദ്യോഗിക ഭരണകൂടം അവരുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ചാനലുകൾ വഴി തന്നെ ഈ ഒരു പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്ന പൗരന്മാർക്ക് പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തെക്കൻ ഇറാനിലുള്ള ഗവർണർ ഈ ഒരു പൈലറ്റിനെ ജീവനോടെയോ അല്ലാതെ കൊന്നോ പിടികൂടുന്ന പൗരന്മാർക്ക് വൻ പാരിതോഷികവും നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. US-ന്റെ ഭാഗത്തു നിന്നും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ശക്തമാണ്. ഈ ഹെലികോപ്റ്ററുകൾ വഴിയും മറ്റ് വിമാനങ്ങൾ വഴിയും ഒക്കെ ഇറാന്റെ തെക്കൻ മേഖലയിൽ US ശക്തമായിട്ടുള്ള തെരച്ചിൽ അതുപോലെ പെട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് പെട്രോളിംഗ് നടത്തുകയായിരുന്ന US-ന്റെ ഒരു ഹെലികോപ്റ്ററിന് നേരെ അവിടെ ഇറാന്റെ തദ്ദേശീയരായിട്ടുള്ള പോലീസ് ഫോഴ്സ് വെടിവെച്ചിരുന്നു. അപ്പോൾ ഈ വെടിവെക്കുന്ന ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നതാണ്. ഈ F-15 വിമാനം വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ IRGC തന്നെ അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ F-15 വിമാനം വെടിവെച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കയുടെ മറ്റൊരു വിമാനം കൂടി ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. അത് എയർ-10 വാർത്തോഗ് എന്ന് പറയുന്ന ഒരു വിമാനമാണ് ഇറാൻ രണ്ടാമതായി തകർത്തത്. ഹോർമുസ് കടലിടുക്കിന്റെ സമീപം വെച്ചായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഈ വിമാനത്തിലും 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. 2 പേരും സെൽഫ് ഇജക്റ്റ് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വീണതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇവർ 2 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എയർ-10 വാർത്തോഗ് എന്ന് പറയുന്ന വിമാനം തകരുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമുക്കതിൽ കാണാം, അതിൽ ആ വിമാനം കത്തുമ്പോൾ തന്നെ 2 പേർ അതിൽ നിന്ന് ഇജക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരും നിലവിൽ സുരക്ഷിതരാണ്. എന്നാൽ ഈ F-15 വിമാനത്തിൽ നിന്ന് കാണാതായിട്ടുള്ള ഒരു പൈലറ്റ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് നിലവിൽ ഒരു നിർണായകമായി തുടരുന്നത്. ഈ ഒരു ആക്രമണം നടന്നതായിട്ട് തന്നെ US വൃത്തങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതായത് US-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം അവരുടെ ഭരണാധികാരികൾ ചില മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ BBC തന്നെ പറയുന്ന ഒരു കാര്യം, വൈറ്റ് ഹൗസ് ട്രംപിനോട് ഇക്കാര്യം വിശദമായി ബ്രീഫ് ചെയ്ത് നൽകിയതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ട്രംപ് NBC ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് 2 യുദ്ധവിമാനങ്ങൾ നശിച്ചു എന്നതുകൊണ്ട് ഈ സമാധാന ചർച്ചകൾക്ക് യാതൊരുവിധ കോട്ടവും വരില്ല എന്നാണ് ട്രംപ് പിന്നീട് NBC ന്യൂസിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നാലും US-ന്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഔദ്യോഗിക പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതാണ് അജയ് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞത് ഇന്ന് പാലമാണെങ്കിൽ നാളെ പവർ പ്ലാന്റുകളായിരിക്കും തകർക്കുക എന്നൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് US-ഉമായി ഒരു ധാരണയിലെത്തണമെന്നൊരു അന്ത്യശാസനം കൂടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ US-ന്റെ നിലപാട് എന്താണ്? ഇതിനൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? US-ന്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. യാതൊരുവിധ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ അവർ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. ട്രംപിൻ്റെതായിട്ട് ഇപ്പോൾ ഇറാന്റെ വിഷയത്തിൽ ഏറ്റവും അവസാനമായി പുറത്തു വന്നത് ഇന്നലെ പാലം തകർത്തതിന് പിന്നാലെ നടത്തിയിട്ടുള്ള ഭീഷണിയാണ്. പാലം തകർക്കുന്ന ഇറാനിലുള്ള B1 എന്ന് പറയുന്ന ഇറാനിലെ ഏറ്റവും വലിയ ഒരു പാലമാണ് US ഇന്നലെ തകർത്തത്. തീർച്ചയായിട്ടും അത് ഇറാന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. 8 പേർ കൊല്ലപ്പെടുകയും ഇപ്പോൾ അതിൻ്റെ മരണസംഖ്യ ഉയർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. 17
13 പേരായിട്ട് ആ മരണസംഖ്യ ഉയർന്നിട്ടുള്ളതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ. അതുപോലെ 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 ആക്രമണങ്ങൾ ഈ പാലത്തിന് നേരെ നടത്തുകയായിരുന്നു. അപ്പോൾ ഈ പാലം വഴി യാത്ര ചെയ്തവരും അതുപോലെ തന്നെ റെസ്ക്യൂ മിഷന് വേണ്ടി അവിടെ എത്തിയവരും അടക്കമാണ് കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ പരിക്കേൽക്കുകയും അടക്കം ചെയ്തത്. ഇത് തീർച്ചയായിട്ടും ഇറാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇറാനിലുള്ള സ്റ്റീൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ഇറാനുള്ളിലെ 70% സ്റ്റീൽ ഫാക്ടറികളും തങ്ങൾ തകർത്തതായിട്ടാണ് അവരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. മാത്രമല്ല ഇറാനുള്ളിൽ തന്നെയുള്ള ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റി സെന്റർ അത് ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ഈ സംവിധാനങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് US ഇപ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഈ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഈ സർക്കാർ ഓഫീസുകൾ, ഇതിലൊക്കെയാണ് US ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഹെൽത്ത് സെന്ററുകൾ, പാലങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ ആക്രമണം. ഇത് ട്രംപിന്റെ അദ്ദേഹം മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ട ആ ഒരു ഭീഷണിക്ക് പിന്നാലെയാണ് ഇത്തരം ആക്രമണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് തങ്ങൾ കൊണ്ടുപോകും എന്നതായിരുന്നു ട്രംപിന്റെ ആ ഭീഷണി. അതുവഴി ഈ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇത്തരം ഫെസിലിറ്റികൾക്ക് നേരെ ആക്രമണം നടത്തി ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഒരു സമാധാന കരാറിലേക്ക് കൊണ്ടുപോകാനായിരുന്നു US-ന്റെ കഴിഞ്ഞ ദിവസമുള്ള പദ്ധതി. എന്നാൽ ഇറാൻ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ വഴങ്ങില്ല എന്നുള്ള കാര്യം അത് നമുക്ക് ഇന്നലെ തന്നെ ചില സൂചനകൾ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അതായത് ഇറാൻ ആദ്യം തന്നെ ചെയ്തത് ഒരു ഡാറ്റാ സെന്ററിന് നേരെ, ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള എണ്ണ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തുന്നു. പശ്ചിമേഷ്യയിലുള്ള പാലങ്ങൾ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. അതുപോലെ ഇന്നലെ ഒരു F-35 വിമാനം വെടിവെച്ചിട്ടതായിട്ട് IRGCയുടെ പ്രസ്താവനയുണ്ടായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അതുപോലെ ഇന്നായപ്പോൾ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തന്നെ തകർത്തു. അതും ഒന്ന് F-15 എന്ന് പറയുന്ന അവരുടെ ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള ഒരു യുദ്ധവിമാനവും അതുപോലെ തന്നെ മറ്റൊന്ന് ഏറ്റൻ വാർത്തോബ് എന്ന് പറയുന്ന മറ്റൊരു വിമാനം. ഈ 2 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അമേരിക്കയുടെ വിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ യാതൊരു വിധത്തിലും ട്രംപ് എന്തൊക്കെ ഭീഷണികൾ മുഴക്കി ഇറാനെ ശിലായുഗത്തിലേക്ക് നയിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് പുറത്തെടുത്തിട്ടും അതുപോലെ പാലം തകർത്തിട്ടും ഒന്നും കീഴടങ്ങാതെ ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി അമേരിക്കയുടെ പ്രതികരണം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നത്. ഇനി ഒരു പകരത്തിന് പകരം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട്, അതായത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണോ അമേരിക്കയുടെ തീരുമാനം, അല്ലെങ്കിൽ ഇനി മറ്റൊരു സമാധാന ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാകുമോ? ഇതെല്ലാം ഒരു ആകാംക്ഷ ഉളവാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ അവരുടെ സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക 48 മണിക്കൂർ വെടിനിർത്തലിന് വേണ്ടി തങ്ങളുടെ ചില സുഹൃത്ത് രാജ്യങ്ങൾ വഴി തങ്ങൾക്കൊരു റിക്വസ്റ്റ് അയച്ചതായിട്ട് ഇപ്പോൾ നിലവിൽ ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ട്രംപിന്റെ ഭാഗത്തു നിന്നോ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റോ അല്ലെങ്കിൽ മാർക്കോ റൂബിയോ ആരെങ്കിലും ഔദ്യോഗികമായി നിലവിൽ ഉടൻ തന്നെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജിയെ, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇറാൻ പറഞ്ഞൊരു കാരണം എന്ന് പറയുന്നത് ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാൻ സാധിക്കും, യുഎസിനെതിരെ തിരിച്ചടിക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഇറാൻ വന്നിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുന്നതല്ലാതെ ഒരു സമാധാനത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവല്ലേ? അനുശ്രീ, ഇറാനിലുള്ള ആയുധ സംവിധാനങ്ങളുടെ തോത് അത് എത്രയാണെന്നതിനെ പറ്റി യാതൊരു വിവരങ്ങളും പൊതുസമൂഹത്തിൽ ലഭ്യമല്ല. അതിപ്പോൾ അമേരിക്ക നടത്തിയിട്ടുള്ള പല ഇന്റലിജൻസ് അന്വേഷണങ്ങളിലും അവർക്ക് ഇപ്പോഴും വലിയ രീതിയിലുള്ള മിസൈൽ ശേഖരം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ അന്വേഷണങ്ങളിലും അവർ പല സ്ഥലങ്ങളിലും, അതായത് മലയിടുക്കുകളിലും ഒരു ഗുഹകളിലും ഉൾപ്പെടെ ഒരു മിസൈൽ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനാൽ തന്നെ ഇതൊന്നും പുറം ലോകം അറിയാതെ കാത്തു സൂക്ഷിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോഴാണ് നിലവിലുള്ള ആക്രമണങ്ങൾ അത് ഇറാൻ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ മിസൈൽ ഫെസിലിറ്റി ഇനി എത്രത്തോളം ഉണ്ട്, ഇനി എത്ര നാൾ അവർക്ക് ഇതേ രീതിയിൽ ആക്രമണം തുടരാനാകും, ഇതൊക്കെ അനുസരിച്ചിരിക്കും ഇറാന്റെ ഈ യുദ്ധത്തിലെ ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ സമാധാനപരമായിട്ടുള്ള ഒരു നീക്കം നടത്താനായിട്ടുള്ള സാധ്യത കുറവാണ്. അമേരിക്ക ഇറാന് കൂടി ഒരു
യോജിക്കുന്ന രീതിയിലുള്ള നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തിന് സമാനമായി ഒരു സമാധാന നീക്കം ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ അത്തരം നീക്കങ്ങൾ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് വേണം നമുക്ക് കാണാനാകുന്നത്. ശരി, അജയ് സുധ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, രഞ്ജിത്തിന് ഇന്ന് അതിനിർണായകമായൊരു ദിവസമാണ്. രഞ്ജിത്തിനെതിരെ ഏറ്റവും കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ലഭിക്കാവുന്ന അത്രയും തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നത് ദുഷ്കരമായിരിക്കും, അല്ലേ? തീർച്ചയായും അനുശ്രീ, രാവിലെ 11 മണിയോടുകൂടി തന്നെ സംവിധായകൻ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കും. ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. അതിൽ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ വിടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കും. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്നാണ് അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക. അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തുനിന്നാൽ മതിയാകും. രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആദ്യം അഭിഭാഷകൻ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. പുതിയ അഭിഭാഷകനാണ് ഇത്തവണ രഞ്ജിത്തിനു വേണ്ടി ഹാജരാകുന്നത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു കേസാണ്. രഞ്ജിത്തിന് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ, സിനിമാ മേഖലയിൽ തന്നെ നിരവധി ശത്രുക്കളുണ്ട്. അവരാണ് ഇതിന് പിന്നിലുള്ളൊരു വാദമാണ് രഞ്ജിത്ത് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഈ യുവനടി അത് കൃത്യമായി തന്നെ രഹസ്യമൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ പീഡനം നടന്നു എന്ന് പറയുന്ന കാരവാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അകത്ത് CCTV ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് CCTV പോലീസ് സംഘടിപ്പിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ അതിന്റെ ഉള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പീഡനം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം തനിക്കുണ്ടായ ദുരനുഭവം ഈ യുവനടി സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അവരുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കസ്റ്റഡി അപേക്ഷ ആദ്യം പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിനെ കസ്റ്റഡിയിലേക്ക് നൽകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക. ജാമ്യത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പീഡനക്കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട്ടെ കോൺഗ്രസ് കൌൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മണ്ണാർക്കാട് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പ്രശോഭ് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. പ്രശോഭിനെതിരെ ബലാത്സംഗം, SC/ST അതിക്രമം തടയൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പരാതിക്ക് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം കൂടി. വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളെല്ലാം. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ നടത്തും. തിരുവല്ലയിലും പൊതുപരിപാടിയുണ്ട്. FCRA നിയമ ഭേദഗതി അടക്കമുള്ള വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എന്ത് പറയുമെന്നതിലാണ് ആകാംക്ഷ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇനി 5 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അതും വിജയപ്രതീക്ഷയുള്ള ഒരിടം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. മോദി എത്തുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? തെക്കൻ കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് ആവേശം പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് വിമാനത്തിലെത്തുക. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് പെരുന്ന NSS കോളേജ് ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം തിരുവല്ലയിലെ BJPയുടെ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ് യാത്രാപഥം. അവിടെ നിന്നായിരിക്കും തിരുവനന്തപുരത്തേക്ക് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ തിരിക്കുക. വൈകുന്നേരം 5 മണിയോടെ അദ്ദേഹം തിരികെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 5:40-ന് കിള്ളിപ്പാലത്തു നിന്ന് തുടങ്ങുന്ന തരത്തിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. കിള്ളിപ്പാലത്തു നിന്ന് തുടങ്ങി കരമന ജംഗ്ഷൻ വരെയാണ് റോഡ് ഷോ. ഈ റോഡിന് ഇരുവശവും
ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് വലിയ സുരക്ഷാ വിന്യാസമാണ് ഇതിനോടകം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. 3:30 ഗതാഗതം പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിലാകും. ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഏറെക്കുറെ നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഉച്ചയ്ക്ക് ശേഷം കഴിവതും പൊതുജനങ്ങൾ അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി റോഡിലേക്ക് ഇറങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം വാഹന ഗതാഗതം നിയന്ത്രിച്ച് വലിയ തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ കാര്യങ്ങൾ മാറും. തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പ്രതിനിധികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയുടെ ഭാഗമാകും. ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകർ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് പ്രചാരണ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാകും പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം എന്നത് തന്നെയാണ്. ശബരിമല വിഷയവും സ്വർണ്ണക്കൊള്ളയുമൊക്കെ പരാമർശിക്കുന്നതിനപ്പുറത്തേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ FCRA നിയമ ഭേദഗതിയുമായി ഉയർന്നുവന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നറിയാൻ ക്രൈസ്തവ ലോകവും ഉറ്റുനോക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി സംസ്ഥാനത്തെ വിവിധ സഭാതലവന്മാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ സഭാ കാലയളവിൽ FCRA നിയമ ഭേദഗതി പരിഗണിക്കുകയില്ല എന്ന കൃത്യമായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് നിയമനിർമ്മാണമാക്കുകയുള്ളൂ എന്ന കൃത്യമായ ഉറപ്പ് കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കൂടിയായ കിരൺ റിജിജു നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സഭാ നേതൃത്വത്തെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കയ്യിലെടുക്കുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുക. വലിയ സുരക്ഷാ വിന്യാസമാണ് തിരുവനന്തപുരത്തും തിരുവല്ലയിലും പോലീസും കേന്ദ്രസേനയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. 3 ജില്ലകളിലായാണ് പ്രചരണ പരിപാടി നടക്കുക. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെത്തുന്ന രാഹുൽ ആലപ്പുഴയിലെ പൊതുപരിപാടിയിലാണ് ആദ്യം പങ്കെടുക്കുക. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഈ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ പ്രചരണ ആയുധങ്ങൾ രാഹുൽ ഗാന്ധി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതിന് വേണ്ടി, പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ ആയിരിക്കും അദ്ദേഹം ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുക. 3 ജില്ലകളിലായി 4 പരിപാടികളിലാണ് അദ്ദേഹം പ്രധാനമായും പങ്കെടുക്കുന്നത്. അതിൽ ആലപ്പുഴയിൽ കാവുങ്കൽ 10-15 ആലപ്പുഴയിലെ അദ്ദേഹം പങ്കെടുക്കും. അവിടെ നമ്മളൊരു പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ രീതിയിൽ അദ്ദേഹം പ്രവർത്തകർക്ക് വലിയ കയ്യടി നേടി. സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായത്, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയായത് ഈ സ്വർണ്ണക്കൊള്ള കേസായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് BJP നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ CPM-നെതിരെ ആയുധമായി ഉപയോഗിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. അതൊരു ഡീലാണ്, CPM-ഉം BJP-യും തമ്മിലൊരു ഡീലാണ് സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തിൽ കാണുന്നതെന്ന രൂക്ഷ വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ഒരു പ്രസംഗത്തിൽ പ്രതീക്ഷിക്കുന്നത് FCRA എന്തായിരിക്കും പറയുക എന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് FCRA വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ കൂടി പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് 3 പാർട്ടികളും FCRA പ്രധാനമായും ഉയർത്തുന്നത്. അതിൽ BJP-യെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ളൊരു ഒരു പ്രചാരണ രീതിയായി തന്നെയാണ് FCA കണക്കാക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. മറ്റൊന്ന് 12 മണിയോടുകൂടി അദ്ദേഹം ഇടുക്കിയിലെ ആദ്യത്തെ പരിപാടിയിലും പങ്കെടുക്കും. പിന്നീട് ഫോർട്ട് കൊച്ചിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കൊച്ചിയിലെ 2 പരിപാടികൾ. അതിൽ ഫോർട്ട് കൊച്ചിയിൽ കോൺഗ്രസ് കൊച്ചിയിലെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിന് വേണ്ടി അദ്ദേഹം പങ്കെടുക്കും. അത് 1:45 ആദ്യത്തെ പരിപാടി. മറ്റൊന്ന് കുന്നത്ത് നാടിലെ പട്ടിമറ്റത്തായിരിക്കും. അത് VP സജീന്ദ്രന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അത് 4:45 അദ്ദേഹം കുന്നത്ത് നാടും എത്തുക. ഇവിടെയുമൊക്കെ നമ്മൾ ഒരു തീപ്പൊരി പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് അവസാനമായിരിക്കെ ഇനി പരസ്യപ്രചാരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തിലേക്ക് വീണ്ടും എത്തിച്ച് പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകുക, കോൺഗ്രസ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും വരും ദിവസങ്ങളിൽ വയനാട് അല്ലെങ്കിൽ മലബാർ
മേഖലകളിലെത്തി പ്രചാരണം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഇന്ന് 3 ജില്ലകളിലായി 4 പരിപാടികളാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്കുള്ളത്. അതിൽ ആദ്യത്തെ പരിപാടി മുതൽ തന്നെ നമുക്കൊരു പ്രസംഗം അദ്ദേഹം ഈ FCRAയിലൊക്കെ എന്തായിരിക്കും പറയുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. സംസ്ഥാന പര്യടനം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് സ്വന്തം മണ്ഡലത്തിലെത്തിയത്. ഇന്നലെ കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികളിലൂന്നിയാണ് LDF പ്രചരണം. പയ്യന്നൂരിൽ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പിണറായി വിജയൻ. പയ്യന്നൂരിൽ ആരെതിര് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല. വലിയ പ്രതിസന്ധികളിൽ പാറ പോലെ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് ഇവിടുത്തുകാരെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോര് മുറുകുന്നതിനിടെ പേരാമ്പ്രയിൽ ആളിക്കത്തി അനൗൺസ്മെന്റ് വിവാദവും. സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ ഫാത്തിമ തഹ്ലിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. LDF അനൗൺസ്മെന്റിൽ സമുദായത്തിന്റെ പേര് സൂചിപ്പിച്ച് വോട്ട് തേടിയെന്ന വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നേരത്തെ നോട്ടീസ് ലഭിച്ചിരുന്നു. മാധ്യമ സാന്നിധ്യത്തെ തുടർന്ന് വെൽഫെയർ പാർട്ടി വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നും ഫാത്തിമ തഹ്ലിയ വിട്ടുനിന്നതും ചർച്ചയായിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ആദ്യം TP രാമകൃഷ്ണന് നോട്ടീസ് ലഭിക്കുന്നു. ഇപ്പോഴത്തെ അതിന് പിന്നാലെ തന്നെ ഫാത്തിമ തഹ്ലിയയ്ക്ക് നോട്ടീസ് ലഭിക്കുന്നു. പേരാമ്പ്രയിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുക എന്നുള്ളത് ഒരു പ്രചരണ ആയുധമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലേ? തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി പേരാമ്പ്ര ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിൽ ഊന്നിയുള്ള പ്രചാരണം നടക്കുന്നു എന്ന ആരോപണം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നത് LDF ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അവർ ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രചരണ വാഹനത്തിൽ നിന്നും ഇത്തരമൊരു അനൗൺസ്മെന്റ് പുറത്തു വന്നതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. നമ്മുടെ സമുദായത്തിലെ കുട്ടി എന്ന് പറഞ്ഞ് ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി ലീഗ് പ്രവർത്തകർ വോട്ട് ചോദിക്കുന്നു എന്നാണ് ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വർഗീയ ധ്രുവീകരണത്തിന് LDF ശ്രമിക്കുന്നുവെന്ന് പരാതി ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷനൊപ്പം DGPക്കും UDF പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് LDF സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് നൽകിയത്. ഇത്തരം പ്രചാരണം നടത്തിയെന്നതിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ ഒരു ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൽ നിന്നും ഇത്തരമൊരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. കൃത്യമായ വികസന കാര്യങ്ങളിലും മറ്റും ഊന്നിയുള്ള അനൗൺസ്മെന്റിനുള്ള റെക്കോർഡിങ്ങുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരമൊരു റെക്കോർഡിങ്ങിലും ഇത്തരമൊരു പരാമർശം ഇല്ല എന്ന് പറയുകയും എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തുകയുമാണ് LDF സ്ഥാനാർത്ഥി ചെയ്ത് അദ്ദേഹത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പേരാമ്പ്ര മണ്ഡലത്തിലെ 3 സ്വകാര്യ വ്യക്തികൾ, അതായത് 3 വ്യക്തികളുടെ പരാതികളായാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അല്ലെങ്കിൽ വരണാധികാരിക്ക് ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ വീട്ടുകളിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോൾ മതം പറഞ്ഞ് ഫാത്തിമ തഹ്ലിയയും അവരുടെ പ്രവർത്തകരും വോട്ട് ചോദിച്ചു എന്നാണ് നൽകിയിരിക്കുന്ന പരാതി. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഫാത്തിമ തഹ്ലിയയിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ 2 മുന്നണികളും നൽകുന്ന വിശദീകരണങ്ങൾ കേട്ട ശേഷം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുമൊക്കെ പരിശോധിച്ച ശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ചൂട് പിടിച്ച ഒരു പ്രചാരണ കോലാഹലത്തിലേക്ക് തന്നെ മണ്ഡലം നീങ്ങുകയും ചെയ്തു. ഇതിനിടയിലാണ് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ ഫാത്തിമ തഹ്ലിയ പങ്കെടുത്തില്ല എന്ന ചർച്ചയും സജീവമായി മാറിയിരിക്കുന്നത്. പാറക്കടം എന്ന സ്ഥലത്തെ മെസ്സേജ് സെന്റർ എന്ന ഒരു സാംസ്കാരിക സ്ഥലത്തെ ഹാളിൽ വെച്ചാണ് ഇത്തരമൊരു ചടങ്ങ് വിളിച്ചു കൂട്ടിയിരുന്നത്. അവർ മുൻകൂർ തയ്യാറാക്കിയ നോട്ടീസിലും മറ്റുമൊക്കെ ഫാത്തിമ തഹ്ലിയ സ്ഥാനാർത്ഥി ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങളും മറ്റുമൊക്കെ ഒരുപാട് പേർ ആ ചടങ്ങിലേക്ക് വന്നതോടുകൂടി ഈ സംഘാടകർ തന്നെ ചില ആശയവിനിമയം നടത്തുകയും പരിപാടി പങ്കെടുക്കാൻ അടുത്തവരെ എത്തിയെന്ന് പറയുകയും ചെയ്തെങ്കിലും പിന്നീട് ഫാത്തിമ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായില്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കുറ്റ്യാടിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 2-3 മണിക്കൂറോളം പ്രചാരണം നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനുശേഷം രാത്രി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് പര്യടന പരിപാടികൾ പുനരാരംഭിച്ചത്. ഇപ്പോഴും സജീവമായി പര്യടന രംഗത്തുണ്ട്. ഈ മതം പറഞ്ഞു വോട്ട് ചോദിച്ചു എന്ന അടക്കമുള്ള വിവരങ്ങളെ കുറിച്ച് നമ്മൾ ആരാഞ്ഞപ്പോൾ തനിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ഫാത്തിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശരി, MS അനീഷ് കുമാറാണ്
കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ ന്യൂസ് 18 സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ കയ്യാങ്കളി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. രമേശ് ചെന്നിത്തല ഇത്തവണ മണ്ഡലത്തിൽ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. BJP സ്ഥാനാർത്ഥി കൂടി കളം നിറഞ്ഞതോടെ ശക്തമായ ത്രികോണ പോരിനാണ് വേദി ഒരുങ്ങിയിരിക്കുന്നത്. തിരക്കിപ്പെട്ടു പോകാം. KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ഒരു കാര്യം വർഗീയത പറയുന്നുണ്ട്. BJP വർഗീയത പറയുന്നുണ്ട്. വോട്ട് നേടി അധികാരത്തിൽ നിങ്ങളല്ലേ. ഒരു കാര്യം കൂടി അല്ല ഹരിപ്പാട് മണ്ഡലത്തിലെ ഈ സംവാദ പരിപാടിയുടെ സംപ്രേഷണം വൈകിട്ട് 5 മണിക്ക് ന്യൂസ് 18-ൽ കാണാം. ലൈംഗിക പീഡന വിഷയങ്ങൾ വ്യക്തിപരമെന്ന പരാമർശത്തിൽ ഉറച്ച് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. കുറ്റങ്ങൾക്ക് ശിക്ഷ കിട്ടണം, ഇരയ്ക്ക് നീതി കിട്ടണമെന്നല്ലാതെ എന്ത് പറയണമെന്ന് ചോദ്യം. തന്നെ BJP പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞു. ഇനി അതിൽ വിവാദങ്ങൾക്കില്ലെന്നും രമേശ് പിഷാരടി ന്യൂസ് 18-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും ചൂടുപിടിച്ച പ്രചരണം നടക്കുന്ന പാലക്കാട് ആണ് ഞാനിപ്പോഴുള്ളത്. നമുക്കൊപ്പം ചേരുന്നത് UDF കാൻഡിഡേറ്റ് രമേശ് പിഷാരടിയാണ്. പ്രചരണത്തിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ആത്മവിശ്വാസം എത്രത്തോളം? അത് കൂടി വരികയാണ്. രമേശ് പിഷാരടി ഇത്രയും സീരിയസ് ആണോ ആള് എന്ന് തോന്നിപ്പോകുന്നു? ഈ 10-15 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? 15 ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സീരിയസ് ആയെന്ന് അങ്ങനെ എന്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒന്നുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ആളുകൾ എന്നെ കണ്ടിട്ടുള്ളത് എനിക്ക് പ്രതിഫലമായി പണം തന്നിട്ട് തമാശ പറയൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള വേദികളിലായതുകൊണ്ട് ഞാൻ അല്ലാണ്ടിരിക്കുമ്പോഴും അങ്ങനെയാണെന്ന് വിചാരിച്ചതുകൊണ്ടുള്ള കുഴപ്പമേ ഉള്ളൂ. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം സ്വഭാവം മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെയായിരുന്നു പണ്ടുതൊട്ടെ. ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള കഴിവ് വേണം. അതേപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മാറി വരുന്ന വിഷയങ്ങളാണ്. അവിടെയും പ്രതികരണം അത്രയും സൂക്ഷ്മതയോടുകൂടി നടത്തുന്നത് എങ്ങനെയാണ്? അത് അത്ര സൂക്ഷ്മതയുടെ വിഷയമല്ല ഇത്. നമ്മൾ വിഷയത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. വിഷയത്തെക്കുറിച്ച് നമുക്കറിയാമെങ്കിൽ കാര്യം നമുക്കറിയാവുന്നതുപോലെ പറഞ്ഞാൽ മതി. ഇത്ര സൂക്ഷ്മമായി അതിനെ നമ്മൾ പറയുക എന്ന് പറയുന്നതിന്റെ ആവശ്യകതകളൊന്നും ഉള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ സ്ഥാനാർത്ഥിയെ തടഞ്ഞ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ആ വിഷയം ഇന്നലെ കത്തിപ്പടരുകയാണ്. അപ്പൊ പ്രതികരണമൊക്കെ തേടുമ്പോൾ വളരെ പക്വതയോടുകൂടി ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തു. അത് വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി എന്നാണ് പൊതുവെ പറയുന്നത്. അത് എങ്ങനെയാണ് ആ വിഷയത്തെ ആ രീതിയിൽ സമീപിച്ചത്? ഈ വിഷയത്തെ നല്ലത് ഞാൻ പണ്ടുതൊട്ട് ജീവിതത്തിലുള്ള ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് വന്നിട്ടുള്ള പല വിഷയങ്ങളെയും അത്തരത്തിൽ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. ഞാനൊരു 26 വർഷം ഈ കേരളത്തിൽ ആളുകളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെ ജീവിച്ചിട്ട് നിങ്ങൾ എന്റെ കരിയർ പരിശോധിച്ചാൽ ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു പ്രശ്നക്കാരനാണ് ഇയാൾ ഇന്ന സമയത്ത് എത്തിയില്ല, ഇയാൾ ഇന്ന പരിപാടിക്ക് വന്നില്ല, അല്ലെ ഇന്ന പരിപാടി കുഴപ്പമാക്കി എന്ന് പറയുന്ന ഒരു പ്രശ്നം കേൾപ്പിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ചെറിയ ഡിസിപ്ലിൻ ഫ്രം ദ വെരി ബിഗിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ ഇപ്പോ ഈ BJP പ്രവർത്തകർ നിങ്ങളെ തടഞ്ഞ ഒരു വിഷയം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് കരുതിയിരിക്കൂ BJP എന്നാണ് പറയുന്നത്. വലിയ പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് താങ്കൾ പറഞ്ഞത് ആ രീതിയിലുള്ള പ്രതിഷേധം വേണ്ട, അത് മറ്റുള്ളവർക്ക് ഒരു അവസരം സൃഷ്ടിക്കലാകും എന്ന് പറഞ്ഞു. അതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നല്ലോ. അപ്പോൾ അത് ഇത്രയും സീസണിന്റെ അതിന് ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഭയങ്കര ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതൊന്നും അതിനകത്തില്ല. ഞാൻ തെരഞ്ഞെടുപ്പാണ്. ഇന്നലെ അന്ന് പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അങ്ങനെ ഫോക്കസ് മാറണ്ടെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. അതിലൊന്നും ഒരു
ഭയങ്കര ബുദ്ധിപരമായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളൊന്നുമില്ല. ഞാനും ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നടക്കുകയാണ്. ആ ദിവസവും അത് കഴിഞ്ഞ് ഒരു 10 കുടുംബ സംഗമങ്ങളെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് പ്രതികരിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഫോക്കസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നിലേക്ക് പോകാന്നുള്ളതേ ഉള്ളൂ. അതൊരു വലിയ ഭയങ്കര ബുദ്ധി ആവശ്യമായ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഒരു നേതാവ് ഇതിൽ അല്ലെങ്കിൽ അവര് ആ നേതൃതലത്തിൽ ഇതിലൊരു പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ പിഷാരടി പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ അങ്ങനെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുകയൊന്നുമല്ല ചെയ്തത്. അങ്ങനെ ഇതുണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കോൺഗ്രസിനും തിരിച്ച് അത്തരത്തിൽ ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനും പറഞ്ഞതാണ്. നമ്മളും ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ശക്തിയുള്ള സ്ഥലമാണല്ലോ. ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞ കാര്യമാണ്. നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇപ്പോ BJP പറയുന്നത് ഇപ്പൊ ആദ്യം ഇവിടെ ഡീലാണ് തുടങ്ങിയത്. ഇപ്പൊ ആ ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് മനസ്സിലാകും. കാരണം പിഷാരടിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് LDF കാൻഡിഡേറ്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ BJP അതൊരു ആയുധമാക്കുന്നുണ്ടാകുന്നില്ല. LDF കാൻഡിഡേറ്റ് മാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞല്ലോ, ഇതിന് പിന്തുണ അർപ്പിക്കുന്നതിന് ഡീലോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നും പാടില്ല. ഇത് ഭരണഘടനയും ജനാധിപത്യത്തിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുപോലെ പിന്തുണയ്ക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇടതുപക്ഷ കാൻഡിഡേറ്റിനുണ്ടായാലും ഈ അവസ്ഥ NDAയുടെ കാൻഡിഡേറ്റിനുണ്ടായാലും ഞാൻ പിന്തുണയ്ക്കും. ഞാൻ പിന്തുണച്ചേനെ. കാരണം ഇതിന് കക്ഷി രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ഇത് അങ്ങനെയുള്ളൊരു വിഷയമേ അല്ല. അതുകൊണ്ട് അതിനകത്ത് അത് ഡീലാറ്റൊന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇവിടെ ഇപ്പോ BJP കാൻഡിഡേറ്റ് ഇന്ന് ഞങ്ങൾ കാണുമ്പോൾ പോലും അതിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്നില്ല. യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയമല്ല. ഞാൻ അങ്ങനെ ഓപ്പണന്റ് കാൻഡിഡേറ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാതെ ഇലക്ഷൻ തീർക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് ഇല്ലെങ്കിൽ അതാണ് അവരുടെ അഭിപ്രായം, അത്രേ ഉള്ളൂ. ഏറ്റവും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള പരിചയമുള്ളവരെ നിർത്തിയില്ല എന്നതായിരുന്നു ഈ മണ്ഡലത്തിൽ ഏറ്റവും ആദ്യം ഉയർന്നത്. പിന്നീട് അതിന്റെ പേരിൽ ഡീൽ വിവാദങ്ങളും ഒക്കെ വളരെ ശക്തമാവുകയായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിലൊരു മേൽക്കൈ നേടാൻ രമേശ് പിഷാരടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ അങ്ങനെ ഒരാൾ പൊളിറ്റിക്കൽ അല്ല, ഒരാൾക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്നുള്ള വാദമേ തെറ്റാണ്. നിങ്ങൾ അങ്ങനെയാണ് ജനങ്ങളെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വിടുന്ന ആൾ ജനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പൊളിറ്റിക്സ് അറിയാത്ത ജനങ്ങളാണോ വോട്ട് ചെയ്യാൻ വരുന്നത്? ഇവിടെ ഭരണം മാറുന്നതും നിലനിൽക്കുന്നതുമെല്ലാം അങ്ങനെയല്ലേ? അപ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ യുക്തിയാണ്. ആ യുക്തിക്കനുസരിച്ചുള്ള ശക്തിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, ഞാൻ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്നൊക്കെ പറയുന്നതിന് ഇവരെനിക്ക് ഒരു എക്സാം ഇടുകയോ ഇതിനെന്തെങ്കിലും പരീക്ഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടല്ലല്ലോ അങ്ങനെ ആരും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചായക്കടകളിലെ സാധാരണ സംസാരങ്ങളിൽ പോലും ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വിഷയമാകുന്ന ഒരു സമ്പ്രദായം വർഷങ്ങൾ മുമ്പേ ഉണ്ട്. ആ ലെവലിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. അതുകൊണ്ട് ഒരാൾക്ക് പൊളിറ്റിക്കലായിട്ട് അറിവില്ല, അയാൾ പൊളിറ്റിക്സ് ഇല്ല എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ ഒരു അരാഷ്ട്രീയവാദമാണ്. ഇവിടിപ്പോ എല്ലാത്തിലും സൂക്ഷ്മതയോടുകൂടിയാണ് മറുപടി. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം ആ സൂക്ഷ്മതയുണ്ട്. പക്ഷെ ആ പിഷാരടി സൂക്ഷ്മതയല്ല, അങ്ങനെയാണ്. ഞാനൊരു ബോധപൂർവ്വ സൂക്ഷ്മത ഉണ്ടാക്കുന്നതല്ല. അത്ര അങ്ങനെ അതാണ് അതിന്റെ മറുപടി എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എന്നോട് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ 2 എന്ന് പറയും. അതിന് വലിയ സൂക്ഷ്മതയുടെ വിഷയമൊന്നുമില്ല, അത് 2 ആണ്. ഓക്കെ. പക്ഷേ ആ പിഷാരടി ഒരു സ്ത്രീ വിരുദ്ധത പറഞ്ഞു എന്നതാണ് BJP കാൻഡിഡേറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. ആ വിഷയങ്ങളിൽ ആവർത്തിച്ച് ആ നിലപാടിൽ തന്നെയാണ് അവർ സ്ത്രീ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങൾ ലൈംഗിക ആരോപണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സൂക്ഷ്മതയല്ല എന്ന് പറയുമ്പോൾ അത് രമേശ് പിഷാരടിയുടെ നിലപാടാണോ? അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതില്ലേ? വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം എന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പബ്ലിക് ഡൊമൈനിലുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. അതെങ്ങനെയാണ് ഒരു ലൈംഗിക പീഡനം വ്യക്തിപരമായ വിഷയമാണ് എന്ന് പറഞ്ഞ് ചുരുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ സീരിയസ്നെസ് ഉൾക്കൊള്ളാൻ കാരണം അതിന് ശിക്ഷ വരുമ്പോൾ അത് ചെയ്ത ആൾക്ക് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, അല്ലേ? അത് അയാൾ ചെയ്തതുകൊണ്ടല്ലേ അയാൾക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നത്, അല്ലേ? അപ്പൊ അല്ലാതെ അതൊരു ബാക്കി എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുക? അതിനകത്ത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രതികരിക്കേണ്ടതല്ലെന്നല്ല പറഞ്ഞത്, എന്റെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രതികരണമാണ് പറഞ്ഞത്. തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ, ഇരയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പൊതുസമൂഹത്തിനിടയിൽ ഒരു സംശയം വരുത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായാലും പ്രക്ഷോഭിന്റെ വിഷയമായാലും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ശക്തമായ നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു നിർത്തിയ വ്യക്തികളാണ്. അതിൽ കുറച്ചുകൂടി ബോൾഡായിട്ടൊരു നിലപാട് പറയുന്നതിന് രമേശ് പിഷാരടിക്ക് തടസ്സമാകുന്ന ഘടകം എന്താണ് ബോൾഡായിട്ടുള്ള നിലപാട്? നിങ്ങളായിരുന്നു എന്റെ സ്ഥാനത്തെങ്കിൽ പറയുന്ന ബോൾഡായിട്ടുള്ള നിലപാട് എന്താണ്? ഇത്
വ്യക്തിപരമായ വിഷയം എന്ന് പറഞ്ഞ് ചുരുക്കി കെട്ടാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ് പറയേണ്ടത്? വ്യക്തിപരമായ ആയിട്ടുള്ള വിഷയമല്ലല്ലോ. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയമല്ല. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവർ ചെയ്യുമ്പോൾ ആ നിലയിൽ അതിന് നിലപാട് എന്താണ്? എങ്ങനെയാണ് അതിനെ ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? എനിക്കൊന്ന് പറഞ്ഞുതരൂ. അതിനെ പൂർണ്ണമായും തള്ളിക്കളയണം. അതല്ലേ ഞാൻ ചെയ്തത്. പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അതല്ലേ ഞാൻ ചെയ്തത്. തെറ്റ് കിട്ടിയ ആൾക്ക് ശിക്ഷ കിട്ടണം. അതല്ലേ ഇവിടുത്തെ നിയമ സംവിധാനം. അതും തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ ലഭിക്കണം, ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ രാഹുൽ മങ്കുട്ടത്ത് വിഷയമായാലും മറ്റു വിഷയങ്ങളായാലും പൂർണ്ണമായും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എങ്ങനെ ഒരു നിലപാട്? പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു നിലപാട്. ഞാൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പറയും. എങ്ങനെ നിങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു? പോരെ. നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് പിഷാരടി. പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പിഷാരടിയെ സംബന്ധിച്ചുള്ളത്. പാലക്കാട് നിന്നും പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. പാലക്കാട് UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും നേതൃത്വവും ന്യായീകരിക്കുമ്പോഴും അതിലെതിരഭിപ്രായം പറയുന്നവരുമുണ്ട്. ഒരിക്കലും ആ സംഭവത്തെ ന്യായീകരിക്കില്ലെന്ന് മേജർ രവി ന്യൂസ് 18നോട് പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നാണ് BJPയുടെ പാലക്കാട്ടെ മുതിർന്ന നേതാവ് N ശിവരാജന്റെ പ്രതികരണം. ശരിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ PK ശശി എന്ന് പറയുന്ന വ്യക്തി അത് എന്റെ ഒപ്പോസിഷനാണ്. ഞാനിവിടെ പ്രചരണം നടത്തുന്നു, ഈ സമയത്ത് അദ്ദേഹം പോകുന്നു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ? ഞാൻ അതിൽ പറയും, നിങ്ങൾ എന്റെ ഫുൾ ക്യാമ്പയിൻ നോക്കിക്കോളൂ. എന്റെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നേ വരെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ടില്ല. അവരത് കട്ടു ഇത് കട്ടു ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ വികസനത്തിന്റെ കാര്യമാണ് പറയുന്നത്. മലപ്പുറം വണ്ടൂരിൽ UDF സ്ഥാനാർത്ഥിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡോക്ടർ ശശി തരൂർ MPക്ക് നേരെ കയ്യേറ്റ ശ്രമം. ശശി തരൂരിന്റെ ഗൺമാന് പരിക്കേറ്റു. പിന്നെ തെറ്റുവർത്താൻ മറിക്കല്ല. ഏട്ടൊന്നും വിളിക്കാൻ പാടില്ല. ഏട്ടൊന്നും വിളിക്കല്ലേ. ചാറ്റുവിത്ത് തരൂർ പരിപാടിക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 പേർ കസ്റ്റഡിയിലായതായി വിവരമുണ്ട്. ശശി തരൂരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് AP അനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ആക്രമണത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ അനിൽകുമാർ പറഞ്ഞു. നടുറോഡിൽ വെച്ച് എന്തുമാകാമെന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നു എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും അനിൽകുമാർ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്ത് ഇരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. അതല്ലെങ്കിൽ നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ല, നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചർ നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നടുറോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവരെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത്, ഞാൻ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവര് വളരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഏത് രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. FCRA നിയമ ഭേദഗതി താൽക്കാലികമായി നിർത്തിവെച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചെന്ന് ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര. ഈ സഭാ സമ്മേളന കാലയളവിൽ ബിൽ അവതരിപ്പിക്കില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകൾ മന്ത്രി അറിയിച്ചു. കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണെന്നും യൂജിൻ പെരേര പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ അദ്ദേഹം തുറന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വന്ന് ആ സദസ്സിൽ സമ്മേളിച്ചിരുന്ന എല്ലാവരോടും നമ്മുടെ ആശങ്കകൾ അവതരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ നിയമം തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തുമെന്ന്. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഫലമുണ്ടാകുമെന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. FCRA നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെയോ സംഘടനയെയോ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണ കണ്ട് പരിഭ്രാന്തരായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് നുണപ്രചാരണങ്ങൾ നടത്തുന്നത്. ഇത്തരം നുണപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം. ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് അതിന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങൾ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. I would like to clarify that there are lots of rumors spread by the communist and the Congress in Kerala, especially the innocent people, those NGOs which are working for the welfare of the people. They are being misled by the Congress and the communists about the FCRA. The major FCRA amendment was passed by the Congress in 2010. Later on, during our time, we have improved the provisions only to check the illegal flow of funds for illegal activities and those funds which are used for anti-national activities. Only to that extent the FCRA provisions are being improved. However, we are very sad to hear that the Congress and communists are spreading lies in Kerala and misleading the innocent people. I would like to assure that no innocent person or no proper organization will be targeted in wrongful manner. The foreign funds which come to India should be for good purpose, for the welfare of the people. If those funds are used for radical purpose to mislead the youth against India's interest, they must be checked. And being a minority affairs minister,
I will assure that all the minorities of India are well taken care of by Prime Minister Modi ji with the spirit of Sabka Saath, Sabka Vikas. We work for everybody, not like Congress party who used to make the Muslims as the vote bank. They want to treat the Muslim community as vote bank and mislead the Christian community. That is absolutely wrong. For us, everybody is equal. Every Indian has to be treated in same yardstick. So there is nothing to worry about the FCRA provisions. And the election in Kerala is now witnessing a very massive support for the NDA parties. That is why the Congress and communists are nervous and spreading lies. This kind of misinformation campaign is not good for democracy. I would like to suggest the Congress and communists that you have ruled Kerala for such a long time. Turn-wise, you both groups have ruled for so many years. What have you done for the Kerala? In last 12 years, all major steps taken by Narendra Modi ji is also not being properly implemented in Kerala. Kerala people are very talented. They are gifted people. Kerala is such a beautiful state. It deserves a better government. So, without going into detail, I would like to assure that whatever may be the concern of the minority communities, particularly the Christian missionaries, nothing to worry. Our government will protect your interests and also the support wherever it is possible. Before I became Minister for Minority Affairs, the micro minorities were treated very unfairly. And Muslims are also misguided. The Congress treat Muslim community as vote bank, which is an insult to Muslim community. And the Christian missionaries also not getting justice from the Congress party. So we must be very careful during election time. In democracy, there should be free and fair election and nobody should be misled. So dear brothers and sisters of Kerala, nothing to worry about the FCRA. Government will protect the good people, good organizations. Government will act only when somebody is carrying out some fraudulent works, some kind of illegal activities, which is not against the people of country. Nothing to worry about. Those who are doing good work need not worry. Those who are doing illegal, they only need to worry. So please be assured that we will protect the interests of minorities, especially the micro minorities. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.